നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വിവാഹം കഴിക്കുന്ന സമയത്ത് ഫദ്ഫർ ബി ദാത്തിദ്ദീൻ എന്നാണ്. ഫദ്ഫർ ബി ദാത്തിദ്ദീൻ, ദീനുള്ള സ്ത്രീയെ നീ കല്യാണം കഴിച്ചോ എന്നാണ്. കല്യാണം കഴിച്ചോ, പക്ഷെ അതിന് പ്രയോഗിച്ചത് എന്താ? ദീനുള്ള സ്ത്രീയെ കല്യാണം കഴിച്ചു പ്രയോഗിച്ചത് ഇദ്ഫർ എന്നാണ്. എന്താ ഈ ഇദ്ഫർ? ഫദ്ഫർ എന്നുള്ളതാണ്. ഇദ്ഫർ എന്നുള്ളതാണ് കൽപ്പന. ബഫർ വിജയാണ്. ഇദ്ഫർ എന്ന് പറഞ്ഞാൽ നീ വിജയിച്ചോ എന്നാണ്. ഇദ്ഫർ ബി ദാത്തിദ്ദീൻ, ദീനുള്ള സ്ത്രീയെ കല്യാണം കഴിച്ച് നീ വിജയിച്ചോ എന്നാണ്. കല്യാണം കഴിക്കാനുള്ള കൽപ്പന ഇൻകഹ് എന്നല്ല, ഇൻകിഹ് എന്നല്ല പറഞ്ഞത്. ഇൻകിഹ് അല്ലെങ്കിൽ തസവ്വജ് എന്നല്ല പറഞ്ഞത്. പിന്നെയോ ഇദ്ഫർ എന്നാണ് പറഞ്ഞത്. നീ കല്യാണം കഴിക്കുക എന്നല്ല പറഞ്ഞത്, നീ വിജയിക്കുക എന്നാണ് പറഞ്ഞത്. കല്യാണം കഴിക്കാനുള്ള കൽപ്പന നൽകുമ്പോൾ അപ്പോൾ ദീനുള്ള സ്ത്രീയെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ്? അത് വിജയമാണ്. അത് വിജയമാണ്. അതിൻ്റെ ഒരു തെളിവാണ് ഈ ഒരു വിവാഹത്തിൻ്റെ, ഈ ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ വായിക്കുന്നത്. ഉമ്മു സുലൈം എന്ന മഹദിയുടെ ആ ഒരു ദീനും അവരുടെ പാണ്ഡിത്യം, അത് ആ കുടുംബം മൊത്തട്ടോ. ഉമ്മു ഹറാം ബിന്ത് മൽഹാൻ ആകട്ടെ, അതേപോലെ തന്നെ ഇവരുടെ സഹോദരൻ ഉണ്ടായിരുന്നു, അദ്ദേഹമാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബക്കാരാണ്, ബനൂ നജ്ജാർ ഗോത്രക്കാരാണ്, ഖസറജികളാണ് ഇവരൊക്കെ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വകയിലെ അമ്മായിമാർ അവരുടെ മക്കളൊക്കെ ആയിട്ട് വരും. ഏതായാലും ഈ മഹദിയുടെ ദീനി നിഷ്ഠയാണ് എന്തുണ്ടാക്കിയത്? ഈ ഒരു സമ്മാനം, ഈ ഒരു അബ്ദുള്ള എന്നുള്ളൊരു പുത്രൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവരുടെ ആ ഒരു പ്രവൃത്തിയിലാണ് ബാറക്കല്ലാഹു ലകുമ ഫീ ഗാബിരി ലൈലത്തികുമ എന്ന് ദുആ ചെയ്തത്. നിങ്ങളുടെ ആ കഴിഞ്ഞ രാത്രിയിൽ അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഈ അബ്ദുള്ള. അത് പിൽക്കാരിലേക്ക് ആ ബർക്കത്ത് തുടർന്നതിൻ്റെ വിഷയമാണ് ഈ പണ്ഡിതന്മാരിലൂടെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. ദീനുണ്ടായാൽ അതിൻ്റെ ഗുണമാണ്. ഇതിപ്പോൾ പെണ്ണിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, ആണിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്താ? ഇദാ ആതാകും മൻ തർദൗന ദീനഹു ഫസവ്വിജുഹു, ദീന് നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്നവർ വന്നാൽ കെട്ടിച്ചു കൊടുക്കണം എന്നവർ. ആണിൻ്റെ വിഷയത്തിലും അത് തന്നെയാണ് പറഞ്ഞത്. ഈ ദീൻ എങ്ങനെ ഉണ്ടാവും? ദീൻ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ദീൻ അന്വേഷിക്കണം, ദീന് നമ്മൾ പഠിക്കണം, ദീന് നമ്മൾ അഭ്യസിക്കണം. അതിന് വിശുദ്ധ ഖുർആൻ പഠിക്കണം, തിരു ഹദീസുകൾ പഠിക്കണം, വിശുദ്ധ ഖുർആൻ്റെ വിഷയങ്ങൾ, തിരു ഹദീൻ്റെ വിഷയങ്ങൾ, ഇതൊക്കെ നമ്മൾ അഭ്യസിച്ച് പഠിക്കാൻ നമ്മൾ അവസരം കാണണം. നമ്മളുടെ മക്കളും അതേപോലെ തന്നെ നമ്മുടെ ഇണകളും സന്താനം എല്ലാവരും നമ്മൾ ദീന് പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പരിശ്രമിക്കണം. അതിൻ്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളണം. അപ്പോഴാണ് ഇങ്ങനെയുള്ള മാതൃകകൾ തീർക്കാൻ, അതേപോലെ തന്നെ ഇതുപോലുള്ളതായ ഒരു അനുഗ്രഹം കൈവരിക്കാൻ നമുക്ക് സാധ്യമാകാം. നമ്മൾ ഇവിടെ വിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോൾ ഇപ്പം വിശുദ്ധ ഖുർആനിൽ ഒരു പേജിൽ എത്ര അക്ഷരം ഉണ്ടാകും? ഒരു പേജിൽ ചിലർ 450 അക്ഷരങ്ങളെ ഒരു പേജിൽ ഏകദേശം 450 അക്ഷരങ്ങൾ ഒരു പേജിലുണ്ട്. ഒരു പേജിൽ 450 അക്ഷരങ്ങളുണ്ട്. ഒരു പേജ് ഓതാൻ എത്ര സമയം വേണം? 2 മിനിറ്റ് വേണോ? 1 മിനിറ്റ് പോരെ? 1 മിനിറ്റും കുറച്ചും മതിയാവും ഒരു പേജ് ഓതാൻ. ഒരു പേജ് ഓതുമ്പോൾ 450 അക്ഷരം ഒരു പേജിലുണ്ട് എങ്കിൽ ഒരു അക്ഷരം ഓതിയാൽ എത്ര കൂലിയ? ഒരു ഹറഫ് ഒരു ഹസനത്താണ്. വൽ ഹസനത്തു ബി അശ്രി അംസാലിഹ, 10 ഇരട്ടി പ്രതിഫലമാണ്. അപ്പോൾ 450 അക്ഷരം നമ്മൾ ഓതുമ്പോൾ നമുക്ക് 4500 പുണ്യമാണ് വരുന്നത്. 4500 പുണ്യം പാരായണത്തിൽ. 1 മിനിറ്റ് കുറച്ച് സമയമാണ് ഒരു പേജ് ഓതാനെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് എത്ര പേജ് ഓതാം? നമുക്ക് എത്ര ഓതിയതിൻ്റെ പുണ്യം നേടാം? അത് ഓത്തിൽ. വിശുദ്ധ ഖുർആൻ കേവല പാരായണത്തിന് മാത്രം ഇറങ്ങിയ ഗ്രന്ഥമല്ല. വിശുദ്ധ ഖുർആൻ കേവല പാരായണത്തിന് ഇറങ്ങിയത് അല്ല. പിന്നെയോ വിശുദ്ധ ഖുർആൻ പഠിക്കാനാണ്, തദക്കുറിനാണ്. വിശുദ്ധ ഖുർആൻ നമ്മളുടെ മനസ്സൂന്നാൻ, ചിന്ത നടാൻ, അത് നിരീക്ഷിക്കാൻ, ഇതിനൊക്കെ എളുപ്പം അരുളപ്പെട്ട വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ, അല്ലാഹുവിൻ്റെ ചോദ്യമാണ്. അപ്പോൾ കേവല പാരായണം മാത്രമല്ല, കേവല പാരായണത്തിന് പറഞ്ഞ കൂലിയും പുണ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അക്ഷരങ്ങൾ പെറുക്കി, കലിമത്തുകൾ വായിച്ച്, അതിൻ്റെ ആശയം അറിഞ്ഞ്, അതിൻ്റെ പൊരുളറിഞ്ഞ്, അതിലെ വിധി അറിഞ്ഞ്, അതിൻ്റെ യുക്തി മനസ്സിലാക്കി, ഇങ്ങനെ അതിൽ കണ്ണ് നട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് എത്ര അനുഗ്രഹം ഉണ്ടാവും, നമ്മൾ എത്ര അനുഗ്രഹീതരാകും. പക്ഷെ നമുക്ക് എന്ത് വേണം? ഇതൊക്കെ നമുക്ക് ഉള്ള നല്ലൊരു നീയത്തിലായിരിക്കണം. നമ്മൾ വിശുദ്ധ ഖുർആൻ്റെ
ആയത്തുകളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നമ്മൾ ഇരിക്കുന്ന സമയം നമ്മൾ ഇതിലാണ് കണ്ണ് നിറഞ്ഞത്. പിന്നെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിശുദ്ധ ഖുർആനാണ് ഓതി നമ്മൾ അതിൻ്റെ ആശയം മനസ്സിലാക്കുന്നത്, അർത്ഥം മനസ്സിലാക്കുന്നത്. അപ്പം നമ്മൾ കേവലം ഓതുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ തന്നെ ഈ കൂലി. അപ്പോൾ നമ്മളതിൻ്റെ ആശയക്ക് അനുസരിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി പഠിച്ച് അതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം കളയുമ്പോൾ നമ്മുടെ നീയത്ത് മഹനീയമാണെങ്കിൽ നമ്മൾ ആരായിരിക്കും? നമുക്ക് എത്രയും അള്ളാൻ്റെ അടുത്ത് സ്വീകാര്യത ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഏതൊരു അവസരത്തിലും നമ്മൾ അള്ളാൻ്റെ കലാമാണ് പാരായണം ചെയ്യുന്നത്, പഠിക്കണത്. അപ്പോൾ അതിന് പറയപ്പെട്ടതായ ആ ഒരു പ്രാധാന്യവും മഹാത്മ്യവും നമ്മൾ വകവെക്കണം. പിന്നെ ഈ ദീന് നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്കിൽ അത് നമ്മൾ പ്രയോഗവൽക്കരിക്കുന്ന അവസ്ഥയാണെങ്കിൽ നമുക്കുണ്ടാകാനുള്ള ലഭിക്കാനുള്ള ആയ അനുഗ്രഹങ്ങൾ, അത് നേടിയ മഹത്തുക്കളുടെ ചരിത്രം നമ്മളോട് ഓർക്കുമ്പോൾ അതേപോലത്തെ അനുഗ്രഹങ്ങൾ നമുക്കും ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹിനോട് തേടണം, അള്ളാഹുവിനോട് ഇരക്കണം എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു തുടക്കത്തിൽ ഞാൻ ഉണർത്താൻ ഉദ്ദേശിച്ചത്. വിജ്ഞാനത്തിൻ്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട്, ദീനീ വിജ്ഞാനത്തിൻ്റെ വിശിഷ്യ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട് എനിക്കൊണ്ട് ഇന്നത്തെ ഖുതുബ വരെ അതായിരുന്നു. ദീന് നേടാൻ, അറിവ് നേടാനുള്ള കൽപ്പനകൾ, അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ മഹത്വം. ദീനീ വിജ്ഞാനം നേടിയിട്ടുണ്ടെങ്കിൽ നമുക്കതിനാൽ ലഭ്യമാകുന്നതായ ഇഹപര അനുഗ്രഹങ്ങൾ. യർഫഉല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത്. നിങ്ങളിൽ നിന്ന് വിശ്വസിച്ച വിജ്ഞാനികളായ ആളുകളെ അള്ളാഹു പദവികളിൽ ഉയർത്തുമെന്നാണ്, പദവികളിൽ ഉയർത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ പദവികളിൽ ഉയർത്തപ്പെട്ടവരുടെ ഒരു ചരിത്രമാണ് നമ്മൾ കേട്ടത്. ഇസ്ലാമിക ചരിത്രം അതിൽ ഏറെ ധന്യമാണ്.